ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഞാൻ കേൾക്കരുത്. നിനക്ക് മനസ്സിലാക്കി കേട്ടല്ല കേട്ടായിരുന്നു. വല്ലവരോട് ഒളിച്ചോടി പോയി നിങ്ങളെ മൂത്തമ്മ എന്നെ കാവൽ നിർത്തിയിരിക്കും. അതിന് നിങ്ങൾ എന്റെ വീട്ടിൽ കയറാൻ പറയുന്നത് കേട്ടോ. പറഞ്ഞില്ല ഞാൻ യവനെ കൊണ്ട് മത്തായിയുടെ അച്ഛൻ വരുന്നടാ. ഞാൻ എങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്? 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ അമ്മച്ചിട്ട് പോയ മനുഷ്യനാണ് അയാൾ. മനുഷ്യനാണ് അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ നിന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ മത്തായി അതല്ല ലോനപ്പന്റെ മകൻ മത്തായി. അതല്ല എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. നിന്റെ എന്നോട് പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ട് ഉത്തരവാദിത്തമില്ല, വഴി വിളിച്ച ജീവനമാണെന്ന് പറയുന്നത് കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ 2 ദിവസം സാധാരണ ബാങ്കിൽ വെച്ചു. എന്റെ പ്രമാണമല്ല. വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ബൈബിൾ ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് എന്തറിയാം? 12ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ചു കലക്കി കുടിച്ചവനല്ലേ. ബൈബിൾ എടുത്തോണ്ട് ഞാൻ ഇവരോട് ബൈബിളിൽ ചോദ്യം ചോദിക്കാം. ആ ബൈബിളിനെ അരച്ചു കലക്കി കുടിച്ചത് ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാം. ഭയങ്കര അരച്ചു കലക്കി കൂടിയാ. ആദാമിന് എത്ര മക്കളുണ്ട്? ആദാമിന് 2 മക്കളേ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാബേലും. അപ്പൊ അബു ആദാമിന്റെ മകൻ അബു. അത് കലികുമാറിനോട് എന്നോടാണ് ചോദിക്കുന്നത്. കലികുമാറിന്റെ പടത്തിലെ കാര്യം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടയ്ക്കിടയ്ക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങളിന്ന് ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം അകന്നു പോയി. പറഞ്ഞുപോയി. അത് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരമായ അണ്ണാനായിരുന്നു. അതും വളർന്നു വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അതും ചാടിപ്പോയോ? മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിന് എന്ത് മനസ്സിലായി? ഇതിന് എനിക്ക് വേറൊരു കഥയിൽ പിന്നെ എന്തൊരു കൂട്ടുകാരൻ. ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവ അതങ്ങ് എടുത്തോണ്ട് പോയി. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ ജഡീഷ് അത് എടുത്തോണ്ട് പോയി. അപ്പൊ രതീഷ് ബീഡി കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിക്സർ കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ടിലെ മദ്യപാന്മാരുമായിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിവെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ദോഷം കഴിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ദൈവം അവിടെ കണക്ക് അതിന്റെ കാര്യമില്ലല്ലോ. എന്റെ പുണ്യം മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോകൂടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണത്. പിന്നെ അവിടെ ആരുമില്ലല്ലോ. അവനാണെങ്കിൽ പാട്ടും കൂട്ടൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അവന് ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന് നാട്ടിനോട് മാത്രമാണ്. അവനൊന്ന് ഉപദേശിക്കണം. എനിക്ക് ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞ് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അറിയപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്ന് പാടിക്കണം.
ഇവൻ പാടി തീരെ ഇടവകയിലെ ഒരു ചക്കം ആൾക്കാർ ഭിക്ഷാക്കായിട്ട് എന്നെ കുടുങ്ങിനെ കുത്താനായിട്ട്. അതുകൊണ്ട് ഈ പാട്ടിയുടെ കഥ എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. കറിയപ്പ കഴിക്കാനുണ്ടെങ്കിൽ പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. എന്റെ ദൈവമേ, എന്റെ അമേരിക്കൻ അച്ഛൻ പോകുന്നത് എത്ര നാളാച്ചാ കണ്ടിട്ട്. അച്ചായൻ അതല്ല, ഞാൻ അച്ചായ, ഇത് ഞാൻ വന്ന പെട്ടിയാ. അച്ഛാ ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ. ഇതൊന്ന് പിടിച്ചെടുക്ക, ഇതിനകത്ത സാധനം. അടിപൊളി. അതൊക്കെ പോട്ടെ. എന്റെ അപ്പത്തിന് നിന്നിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം സംഭവം ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്റെ ഇവിടെ അടിച്ചൊരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്താ അറിയാമോ, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കില്ല. അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കില്ല. അയ്യോ, അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല. എല്ലാവരെയും വന്നു ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഞാനിത് പറയാൻ പോവാണ്. വിഷമിക്കരുത്. അപ്പൊ തീർന്നു. എന്നെ വിട്ടു പോയില്ലേ? എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. എന്റെ അപ്പൻ എന്നെ വിട്ടു പോയില്ല. ഇങ്ങനെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. ഞാനിങ്ങോട്ട് വന്നത് ആ കപ്പ മൊത്തം തീർന്നു പോയി. മൈക്കോ മൈക്കിലല്ല ഫ്ലൈറ്റിലാണ്. മൈക്കിൾ വന്നോന്ന്. അതപ്പോ ഞാൻ വന്നപ്പോ ഈ അതെ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. കാലാവസ്ഥ എങ്ങനെയാ? പക്ഷേ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാകാം. എന്റെ അപ്പത്താ ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപോയി അവിടെ സ്റ്റാർ ഒക്കെ അപ്പത്തെ അവിടുത്തെ സ്റ്റാർ ഞാനല്ല. എന്റെ വീട്ടിലൊരു സ്റ്റാർ ഇല്ല. സ്റ്റാറില്ല. കെട്ടി തൂക്കണ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത്. നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞ് മറ്റൊരാളില്ല. നിങ്ങളുടെ പെൺപിള്ളയുടെ പേരെന്താണ്? അല്ലാതെ റെഫറി ഒന്നുമില്ല. നിങ്ങൾ അവിടെ പുറകെ ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാതെ കാര്യം നിനക്കറിയോ? ഇവൻ ഭയങ്കര റേപ്പാണ്. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കല്യാണം വരെ മുടങ്ങി പോലീസ് പരിപാടി. നീ എന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല, ഞാൻ ചെയ്യുന്നു പാടാം. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing
ആരോഗ്യത്തിന് ഹാനികരം. ലിക്കർ കിൽസ്. മദ്യം ഇന്ന് ആനന്ദം, നാളെ മരണം. കുടുംബത്തെ സ്നേഹിക്കൂ, അവരെ തകർക്കരുതേ.